അത് ആയുർവേദത്തിൽ നേരത്തെയും പറഞ്ഞ 2 നേരമുള്ള ഭക്ഷണം. പിന്നെ അത് 3 നേരമായെന്നേ ഉള്ളൂ. അപ്പം ഇപ്പോൾ നമ്മളുടെ ദഹനം അനുസരിച്ച് നമ്മളൊരെണ്ണം സ്കിപ്പ് ചെയ്തെന്നും പറഞ്ഞാൽ അത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. കാരണം ഫാസ്റ്റിംഗ് ഒരു നല്ല മെഡിസിനാണ്. ഏറ്റവും ബെസ്റ്റ് ഹെൽത്തി ഡ്രിങ്ക് ആകെ കരിക്കും വെള്ളമാണ്. ബാക്കിയെല്ലാം പ്രിസർവേറ്റീവ്സ് ചേരുന്നതാണ്. ഫ്രൂട്ട് ജ്യൂസസ് ഞാൻ ഒരിക്കലും റിക്കമെൻഡ് ചെയ്യില്ല. കാരണം ഫ്രൂട്ട് നമ്മൾ ആ ഫൈബറായിട്ട് തന്നെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഉറക്കം, ഭക്ഷണം, എക്സസൈസ്, ഇത് 3 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാൾക്ക് എന്തെല്ലാം ആയാലും ഇങ്ങനത്തെ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടില്ല. കുട്ടികൾക്ക് പോലും പനി വരുമ്പം ചിലപ്പോൾ അവരുടെ ദഹനത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴായിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ദഹനത്തിനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ പനി മാറുന്നതാണ്. തൈറോയിഡ് എന്ന് പറയുമ്പോൾ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണെന്നറിയാമല്ലേ. അപ്പം അത് ഹൈപ്പറും ഉണ്ട്, ഹൈപ്പോ ഉണ്ട്. അപ്പം നമ്മൾ ഈ തൈറോയിഡിൻ്റെ അവസ്ഥ, ഹോർമോണൽ ഇംബാലൻസ് എന്തുകൊണ്ടാണ് ഉണ്ടായത് ആ ബോഡിയിൽ? ചിലർക്ക് ഹെറിഡിറ്ററി ഉണ്ട്. പക്ഷേ ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ആൾ അതിനൊരു കാരണം കൊടുക്കുമ്പോഴേ അതങ്ങനെ ആവുന്നുള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ നമ്മളുടെ ബോഡിയെ നമ്മൾ കറക്റ്റായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഈ ഭക്ഷണവും ബാക്കിയുള്ള എക്സസൈസും ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും. പഞ്ചഭൂത ആയുർവേദം സ്പെഷ്യലി ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സിനും ആയുർവേദ പ്രോഡക്ട്സും അതാണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പൊ ആയുർവേദത്തെക്കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് ആളുകളുടെ ഇടയിൽ. അപ്പോൾ പ്രധാനമായിട്ടും ചോദിച്ചു വരുന്ന അങ്ങനെയുള്ള സംശയങ്ങൾ എന്തൊക്കെയാണ്? ചിലവർ ഇപ്പം നോർത്തിലുള്ളവരൊക്കെ ചിലപ്പം പഞ്ചകർമ്മം, ഈ ഇടയ്ക്ക് ഒരു പേഷ്യൻ്റ് വന്ന് പഞ്ചകർമ്മം ചെയ്യണം, ഞാൻ പറഞ്ഞു പഞ്ചകർമ്മം, എനിക്ക് പഞ്ചകർമ്മം ഫുള്ളി ചെയ്യണമെന്ന്. അവർ ഉദ്ദേശിച്ചത് അഭ്യംഗമാണ് പഞ്ചകർമ്മം, അതല്ല പഞ്ചകർമ്മം. 5 കർമ്മങ്ങളാണ്. അപ്പം ആ 5 കർമ്മങ്ങളും ഒരാളിൽ ചിലപ്പം ചെയ്തൊന്നും ഇരിക്കില്ല, മനസ്സിലായോ? കാരണം ഞാൻ പറഞ്ഞ കൂട്ട് അവരവരുടെ രോഗത്തിന് അനുസരിച്ചാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം ഈ പഞ്ചകർമ്മം എന്ന് പറയുന്നത് നമ്മൾ ബോഡിയുടെ അവരുടെ പ്രകൃതി അനുസരിച്ചും അവരുടെ രോഗം അനുസരിച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ അഭ്യംഗം മാത്രമല്ല. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈയിടെയായിട്ട് കേട്ടുവരുന്ന ഒരു ഇതായിരുന്നു ചിറ്റമൃത് കൊണ്ട് ലിവർ കേടായി പോകുമെന്ന്. പക്ഷെ അതിലുള്ളൊരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ചിറ്റമൃത് ആക്ച്വലി ലിവറിന് വളരെ നല്ലൊരു ഔഷധമാണ്. പക്ഷെ അത് മിതമായ അളവിൽ കഴിച്ചില്ല. കാരണം അതിനൊരു ടൈമുണ്ട് കഴിക്കുന്നത്. അതിൽ കൂടുതലാകുമ്പോഴാണ് അത് ആപത്തായി മാറുന്നത്. അപ്പോൾ നമ്മളിപ്പം ഭക്ഷണമായാലും അധികമാകുമ്പോൾ നമ്മൾക്ക് അത് ദോഷമായിട്ട് ഭവിക്കില്ല. അതുപോലെയാണ് ചില ഔഷധങ്ങൾ എന്നും പറഞ്ഞ് എല്ലാ ഔഷധങ്ങളും അങ്ങനെയല്ല. അത് നോക്കിയും കണ്ട് ഒരു ശരിക്കുള്ള ഒരു ആയുർവേദ ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ലിവറിന് നല്ല ഗുണമായിട്ടും മാറുന്നു. ഡോക്ടർ, അതിലൊരു പനിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എല്ലാവരും അലോപ്പതിയിലേക്കാണ് പെട്ടെന്നുള്ള റിസൾട്ടിന് വേണ്ടി പോകുന്നത്. അപ്പൊ ആയുർവേദത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളൊരു മിസ്കോൺസെപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പനിയുടെ കാര്യം വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൽ നല്ല ട്രീറ്റ്മെൻറ്റ്. കാരണം എനിക്കും ആദ്യമൊക്കെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. പനി വരുമ്പോൾ അവർക്ക് വേറെ രോഗത്തിനായിരിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പനി വരുമ്പോൾ ഓടിപ്പോയി പാരസെറ്റമോളോ മറ്റോ കഴിക്കും. ഞാൻ പറയും, എന്തിനാ അത് കഴിച്ചത്? കാരണം അല്ല, ആയുർവേദത്തിലും പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, അത് മതി. കാരണം ഇതിനകത്തും അതിൻ്റെ ചികിത്സയുണ്ട്. പക്ഷേ എല്ലാത്തിനും നമുക്കൊരു പഥ്യമുണ്ട്. കാരണം പനി വന്ന ഒരാൾ പോയിട്ട് മഴ നനയോ തണുത്ത വെള്ളമൊക്കെ കുടിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഈ മരുന്ന് കഴിച്ചിട്ട് ഗുണമില്ല. നമ്മൾ അതൊക്കെ വിരുദ്ധമായതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് മരുന്ന് കഴിച്ചാൽ നല്ല റിസൾട്ടാണ്. പനിക്ക് പോലും ആയുർവേദത്തിൽ നല്ല മരുന്ന്, ഒരു ദിവസം കൊണ്ട് തന്നെ പനിയും മാറും. കുട്ടികൾക്ക് പോലും പനി വരുമ്പം ചിലപ്പോൾ അവരുടെ ദഹനത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴായിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ദഹനത്തിനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ പനി മാറുന്നതാണ്. അപ്പം മിക്കതിനും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ അവസ്ഥ എന്താ കാരണം നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഡോക്ടർ, ഇപ്പൊ തലവേദന, സൈനസ്, മൈഗ്രെയിൻ പോലെയുള്ള അവസ്ഥകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആയുർവേദത്തിൽ ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഇത് എന്താണെന്ന് വെച്ചാൽ, സൈനസ്, തലവേദന, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ചിലവർ കാണാൻ കഫം തൊണ്ടയിൽ കൂടുതലായിട്ടിരിക്കുന്ന, ചിലപ്പോൾ ചുമയൊന്നും കാണില്ല, കഫം. കാരണം അതൊക്കെ നമ്മളുടെ ദഹനത്തിനുമായിട്ട് ബന്ധമാണ്. ചുമ, ഈ കഫം തൊണ്ടയിൽ കെട്ടിക്കിടക്കുന്നതൊക്കെ ചിലവർക്ക് വരുന്നത്. അതേ കൂട്ട് തലവേദനയും കഫം അധികമാകുമ്പോൾ ഉള്ളൊരു രോഗാവസ്ഥയാണ്. അപ്പം നമ്മളത് ഡ്രെയിൻ ചെയ്ത് കളയണം. കാരണം ഒത്തിരി കൂടിയിരിക്കുന്നു. അപ്പം കൂടുതൽ ആൾക്കാർ നമ്മൾ സ്റ്റീം എടുക്കുന്ന കാണാം ഉള്ളിലോട്ട്, അല്ലേ, ഈ ഇതിനൊക്കെ, ഈ സൈനസിനൊക്കെ. അപ്പം നമ്മൾ അത് ചിന്തിക്കുന്നത് നമ്മൾ സ്റ്റീം എടുക്കുമ്പോൾ ഇത് കൂടുതൽ നമ്മൾ ഉള്ളിലോട്ടാക്കി കൊടുക്കുക. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു വെള്ളം എടുത്ത് തിളപ്പിച്ച് അതിനകത്ത് തോർത്ത് മുക്കിപ്പിഴിഞ്ഞ് ആ ചൂട് കൊടുക്കുമ്പോൾ താഴോട്ട് വരും. ഓക്കെ. അതൊക്കെ തൊട്ട്
കൂടുതൽ കഫം പ്രകൃതം ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ സൈനസൊക്കെയാണ് കിടന്ന് പകൽ ഉറങ്ങാനും പാടില്ല. ഓക്കെ. കാരണം കഫത്തിൻ്റെ സമയമാണ്, അത് കൂടുതൽ ആ കഫത്തിനെ അവിടെ കട്ടിയാക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതൊക്കെയാണ്. അതൊന്ന്. പിന്നെ മൈഗ്രെയിൻ എന്ന് പറയുന്നത്, മൈഗ്രെയിൻ പല വിധത്തിലുണ്ട്. ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ടാണ്, ദഹന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും. അപ്പോൾ ഏതാണ് അതിൻ്റെ കോസ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ മൈഗ്രെയിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ ഡ്രൈ കഫ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രൈ കഫ് മിക്ക ആളുകൾ, കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാ രോഗങ്ങളുടെ കൂടെയും ചിലർ കഫ് വരുന്ന വേറൊരു വ്യത്യാസം. അല്ലാതെ വരുന്ന ഡ്രൈ കഫ് യൂഷ്വലി നമ്മളുടെ ഈ നെർവ് ഇറിറ്റേഷൻസ് കൊണ്ടും വരും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പറയും സ്നേഹം, നമ്മൾ ആയുർവേദത്തിൽ സ്നേഹം എന്ന് പറയുന്ന സ്നേഹപാനം, എല്ലാ സ്നേഹം തൈലവും എണ്ണയൊക്കെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ലൂബ്രിക്കേഷൻ എണ്ണയോ എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മൾ ആ നെർവിനെ എന്നിട്ടൊന്ന് ശാന്തമാക്കുക. അതിന് ലൂബ്രിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ മിക്കവരുടെയും അങ്ങനെയുള്ള ഡ്രൈ കഫ് മാറുന്ന കാണാം. പിന്നെ കാരണം അവിടെ ഫ്ലെം അല്ലല്ലോ കൂടുതൽ, കാരണം ഈ കഫമല്ല കൂടുതൽ, നമ്മൾ കൂടുതൽ വരുന്ന ഇറിറ്റേഷൻസ് കൊണ്ടാണ്. ഡോക്ടർ, ഇപ്പൊ തൈറോയിഡ് കൂടുതലായിട്ടുള്ള പേഷ്യൻസിൽ ഇൻഫെർട്ടിലിറ്റി ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഗൈനക് സൈഡിലേക്ക് വരുമ്പം എത്ര ഫലപ്രദമായിട്ട് നമുക്ക് അങ്ങനെയുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും? തൈറോയിഡ് എന്ന് പറയുമ്പോൾ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണെന്നറിയല്ലേ. അപ്പം അത് ഹൈപ്പറും ഉണ്ട് ഹൈപ്പോ ഉണ്ട്. അപ്പം നമ്മൾ ഈ തൈറോയിഡിൻ്റെ അവസ്ഥ, ഹോർമോണൽ ഇംബാലൻസ് എന്തുകൊണ്ടാണ് ഉണ്ടായത് ആ ബോഡിയിൽ, ചിലർ ഹെറിഡിറ്ററി ഉണ്ട്. പക്ഷെ ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ ആ ഒരു അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ആൾ അതിനൊരു കാരണം കൊടുക്കുമ്പോഴേ അത് അങ്ങനെ ആവുന്നുള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ നമ്മളുടെ ബോഡിയെ നമ്മൾ കറക്റ്റായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഈ ഭക്ഷണവും ബാക്കിയുള്ള എക്സസൈസും ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ, ഉറക്കം, ഭക്ഷണം, എക്സസൈസ്, ഇത് മൂന്നാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാൾക്ക് എന്തെല്ലാം ആയാലും ഇങ്ങനത്തെ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടില്ല. പിന്നെ കൂടാതെ തൈറോയിഡ് കൂടാതെ ഇൻഫെർട്ടിലിറ്റി ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലമായിട്ടിരിക്കുകയാണ്. കാരണം മിക്കതും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും. അത് ചെറുപ്പത്തിലേ ഉള്ള ഇങ്ങനത്തെ ഹോർമോണൽ ഇഷ്യൂസും പിന്നെ കഴിക്കുന്ന ഭക്ഷണം, കാരണം ഹോർമോണിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന പ്രോസസ്ഡ് ഫുഡ്, അതിലൊക്കെ എന്തെല്ലാം ചേരുന്നത് നമ്മൾക്ക് തന്നെ അറിയില്ല. ഈ ഭക്ഷണങ്ങൾ തന്നെയാണ് ഈ ടോക്സിൻസ് ആയിട്ട് ശരീരത്തിൽ കിടക്കുന്നതും. അത് പിന്നെ ഇങ്ങനത്തെ ഉള്ള രോഗങ്ങൾ, ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ ആയുർവേദത്തിൽ ധാരാളം നല്ല ട്രീറ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾക്ക് കുറേ അങ്ങനത്തെ ആൾക്കാർ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി നല്ല ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. പിന്നെ കൂടാതെ ഞാൻ പറഞ്ഞില്ലേ, ഈ തൈറോയിഡും ഇൻഫെർട്ടിലിറ്റിക്കും ഒക്കെ ഇപ്പം കാരണം തൈറോയിഡ് വരുന്നവർ ചെറുപ്പത്തിൽ തന്നെ ആ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാത്തവർക്ക് എന്തായാലും ഇൻഫെർട്ടിലിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ അലർജിക് ആയിട്ടുള്ള കുറെ പേഷ്യൻസ് ഉണ്ട്, പെട്ടെന്ന് തുമ്മുക, എന്തിനും ബോഡിയിൽ റിയാക്ഷൻസ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറ്? ആക്ച്വലി അലർജി എന്ന് പറയുമ്പോൾ തന്നെ പല രീതിയിലുള്ള അലർജീസ് ഉണ്ട് അല്ലേ ഇന്ന് കാണുന്നത്. കാരണം നമ്മൾ ഫുഡ് അലർജീസ് ഉണ്ട്. അപ്പം ഫുഡിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ്. അപ്പം ഫുഡ് ഇപ്പോൾ എപ്പോഴും പറയും, ഞാനിപ്പോൾ പറഞ്ഞ് എനിക്ക് തന്നെ ഇതായി. കാരണം ഫുഡ് എന്ന് പറയുമ്പം നമ്മളുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറേ ടോക്സിൻസ് ശരീരത്തിൽ കൂടുമ്പോഴാണ് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ അതിനെ ഡീടോക്സിഫൈ ചെയ്യുക, അങ്ങനെ ബോഡീനെ ശുദ്ധമാക്കുക. അതാണ് അങ്ങനെയുള്ള അലർജിക് റിയാക്ഷൻ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതേ കൂട്ട് തന്നെ നമ്മൾ അലർജിക്ക് ഡസ്റ്റ് മൈറ്റ്സ്, ഈ ചെറിയ മൈറ്റ്സ് ഉണ്ടാവും നമ്മളുടെ, അങ്ങനെയുള്ള ബെസ്റ്റ് ഡസ്റ്റ് മൈറ്റ്സിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ എപ്പോഴും പറയും, ഉറങ്ങുന്ന ഷീറ്റും പില്ലോ കവറും നമ്മൾ നല്ലോണം തേച്ചിട്ട്, ഷീറ്റ് പറ്റിയില്ലെങ്കിൽ പില്ലോ കവറെങ്കിലും തേച്ചിട്ട് രാത്രിയൊന്നും തേച്ചിട്ട് കിടന്നുറങ്ങിയ നമ്മൾ ആ ഡസ്റ്റ് മൈറ്റ്സ് കുറച്ച് കുറയുമ്പോൾ നമ്മളുടെ അലർജി കണ്ടീഷൻസ് കുറയുന്നതായിട്ട് മിക്കവർക്കും കാണുന്നു. പിന്നെ ഇപ്പം അലർജിക്ക് തുമ്മലിനൊരു ഒറ്റമൂലി വേണമെങ്കിൽ പറയാം. കാരണം മുക്കൂറ്റി, പക്ഷേ ഇപ്പം ആർക്കും ഇവിടെയും കിട്ടുന്നതല്ല. മുക്കൂറ്റിയും കുരുമുളകും കഴിച്ചാൽ 5 മുക്കൂറ്റിയും 5 കുരുമുളകും ദിവസേന വെറും വയറ്റിൽ രാവിലെ കഴിക്കുക, ഒരു 21 ദിവസം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേണ്ടി വരുന്നവർക്കാണെങ്കിൽ ഒരു 41 ദിവസം കഴിച്ചു നോക്കുക. വളരെ നല്ല റിസൾട്ട് തരുന്നതാണ്. ഡോക്ടർ, നമുക്കിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഡ്രിങ്കുകൾ പറഞ്ഞു തരാമോ? ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്, ഏറ്റവും ബെസ്റ്റ് ഹെൽത്തി ഡ്രിങ്ക് ആകെ കരിക്കും വെള്ളമാണ്. ബാക്കിയെല്ലാം പ്രിസർവേറ്റീവ്സ് ചേരുന്നതാണ്. ഫ്രൂട്ട് ജ്യൂസസ് ഞാൻ ഒരിക്കലും റിക്കമെൻഡ് ചെയ്യില്ല. കാരണം ഫ്രൂട്ട് നമ്മൾ ആ ഫൈബറായിട്ട് തന്നെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ ദിവസേന വെള്ളം കഴിക്കുന്നത്, കാരണം ഇപ്പം രാവിലെ എണീറ്റ നമ്മൾ സാധാ വെള്ളം തന്നെയാണ് കുടിക്കേണ്ടത്. പിന്നെ നമ്മൾക്കിപ്പം ചൂടുവെള്ളം നമ്മൾ ഉച്ചയ്ക്കത്തെ സമയത്തൊക്കെ കഴിക്കുമ്പം, അല്ലാത്ത സമയത്തോ കഴിക്കുമ്പം ഈ ചൂടുവെള്ളത്തിൽ നമ്മൾ ചിലപ്പം ജീരകം ഇടും, ചിലപ്പം മല്ലിയിടും. ഒരേ ദിവസം മാറ്റി മാറ്റി എന്തെങ്കിലും ഒന്നിട്ട് കുടിക്കുമ്പം. കൂടാതെ നമ്മൾ ഈ മാതളത്തിൻ്റെ തോട്, അതും ഡൈജഷന് വളരെ, ഡാഡിമോ എന്ന് പറയും, വളരെ നല്ലൊരു കാര്യമാണ്.
അപ്പോൾ ഇതെല്ലാം ഇട്ട് നമ്മൾക്ക് വെള്ളം തിളപ്പിച്ച് ഒരേ ദിവസം മാറ്റി തിരിഞ്ഞ് നമ്മൾക്ക് ഉപയോഗിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഡോക്ടർ ഇപ്പം എല്ലാവരും കുറേ സാലഡ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പം ആയുർവേദത്തിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ കോമ്പിനേഷൻസിലുള്ള സാലഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ? സാലഡ്സ് ഞാൻ ഒരിക്കലും ഇന്നത്തെ ഇതിൽ, കാരണം അത് എൻ്റെയും കൂടെ ഒരു ഇതിൽ ഞാൻ നോക്കുന്നതാണ്, റോ സാലഡ്സ് ഞാൻ യൂഷ്വലി റിക്കമെൻഡ് ചെയ്യാറില്ല. കാരണം ഒന്നാമത് ഇത്രയും മാത്രം മരുന്നുകൾ അടിക്കുന്ന വെജിറ്റബിൾസാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാ ടോക്സിൻസും നമുക്ക് ഉള്ളിൽ, കാരണം എത്ര നമ്മൾ പുറമേ കഴിയാതും അതിൻ്റെ ടോക്സിൻസ് അതിലുണ്ട്. അപ്പോൾ അതൊന്നും കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും റോ സാലഡും പിന്നെ കുക്ക്ഡ് സാലഡും കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല. രാത്രി കാലങ്ങളിൽ ഒരിക്കലും റോ സാലഡ് കഴിച്ചുകൂടാത്തതാണ്. കാരണം അത് നമ്മുടെ ദഹനമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഈ സാലഡ്സ് കഴിക്കുമ്പോൾ ഇത് ഇറ്റ് ഷുഡ് ബി കുക്ക്ഡ് അല്ലെങ്കിൽ റോ ആയിട്ട് സെപ്പറേറ്റ്. പക്ഷെ കഴിക്കുന്നത് എപ്പോഴും ഉച്ചയ്ക്ക് മുമ്പേ ഉള്ള സമയങ്ങളിൽ കഴിക്കുന്നതാണ്. ഡോക്ടർ ഇപ്പം നൈറ്റ് ഫുഡ് ലൈഫൊക്കെ കൂടുതലായിട്ട് വന്നപ്പം ആളുകൾ രാത്രി അൽഫാം, തന്തൂരി അതല്ലെങ്കിൽ അങ്ങനെയുള്ള മീറ്റിൻ്റെയൊക്കെ ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കും? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുള്ള ചിക്കൻ ധാരാളം ഇപ്പം എല്ലായിടത്തും നോക്കിയാലും ആളുകൾ കൂടുതൽ ചിക്കൻ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന, കാരണം ഈ പുറമെ വിദേശ രാജ്യങ്ങളിൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ അവർ ചിക്കൻ കഴിക്കുന്നത്, ചിക്കൻ ചൂടാണ്. അപ്പോൾ അവർക്കത് കഴിക്കുമ്പോൾ അത്ര വലിയ, കാരണം സ്ഥിരമായി ചിക്കൻ കഴിച്ചാലും ചൂടുള്ള ചിക്കൻ എന്ന് കഴിച്ചാലും അവർ, പക്ഷേ എന്നും പറയും ഈ ചൂടുള്ള കാലാവസ്ഥയെ കഴിയുന്നു. നമ്മളിവിടെ കൂടുതൽ ചൂടാണ്. അപ്പോൾ എപ്പോഴും ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾക്കത് ബുദ്ധിമുട്ടുകൾ കൂടത്തേ ഉള്ളൂ. അതുകൂടെ രാത്രി നമ്മൾ കഴിക്കുന്നത് വളരെ ലഘുവായ ഭക്ഷണങ്ങളായിരിക്കണം, എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ. ഈ വറക്കുകയും പൊരിക്കുകയും അൽഫാം ആയാലും എന്തായാലും അതിന് കൂടുതൽ അങ്ങനെ പ്രോസസ്സ് ചെയ്ത്, കാരണം അവരും കുറേ സോസസും ഒക്കെ ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഇതെല്ലാം നാളെ പ്രശ്നങ്ങൾ, കാരണം അന്ന് ദഹിക്കുമായിരിക്കും, കാരണം പ്രായത്തിൻ്റെ ഇത് വെച്ച് ദഹിക്കുമായിരിക്കും, പക്ഷെ കാലക്രമേണ അത് രോഗങ്ങളായി മാറും. ഇപ്പൊ കുറെ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട് അഡൽട്സിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല, അത് സ്കിപ്പ് ചെയ്താലും വലിയ പ്രോബ്ലം ഇല്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയുർവേദത്തിൽ പറയുന്നുണ്ടോ? ആയുർവേദത്തിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, 2 നേരം ഭക്ഷണം ശരിക്കും പറഞ്ഞിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 2 നേരം ആകുമ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും കഴിച്ചാൽ മാത്രം മതി. ഇപ്പം എല്ലാവരും അത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, കാരണം എല്ലാം പുറത്ത് കുറേ പേര് പറയുമ്പോഴാണ് അത് കൂടുതൽ സ്വീകരിക്കുന്നത് അല്ലേ. അത് ആയുർവേദത്തിൽ നേരത്തെയും പറഞ്ഞ 2 നേരമുള്ള ഭക്ഷണം, പിന്നെ അത് 3 നേരമായെന്നേ ഉള്ളൂ. അപ്പം ഇപ്പോൾ നമ്മളുടെ ദഹനം അനുസരിച്ച് നമ്മളൊരെണ്ണം സ്കിപ്പ് ചെയ്തെന്നും പറഞ്ഞാൽ അത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. കാരണം ഫാസ്റ്റിംഗ് ഒരു നല്ല മെഡിസിനാണ്. നമ്മളുടെ ഫാസ്റ്റ് ചെയ്യും തോറും നമ്മളുടെ കുറേ കൊഴുപ്പുകളെല്ലാം ശരീരത്ത് അത് മാറിക്കിട്ടും. അപ്പം ഡോക്ടറിന്റെ ഒരു ഡെയിലി ലൈഫ് ഒക്കെ എങ്ങനെയാണ്? ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നത്, എന്താണ് കഴിക്കുന്നത്, എന്തൊക്കെയാണ് കുടിക്കാറുള്ളത്, സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞ ഉടനെ ആക്ച്വലി നമ്മളൊന്ന് പ്രാർത്ഥിക്കുക അല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് ഇന്നത്തെ ദിവസം നമ്മളെ ഗൈഡ് ചെയ്യാനാണ് പ്രാർത്ഥിക്കുന്നത്. കൂടാതെ പ്രപഞ്ചത്തിനോടും ഈ ഭൂമിദേവിയോടും പ്രാർത്ഥിച്ച് നമ്മൾ ഭൂമിദേവിയെ വന്ദിച്ചിട്ടാണ് എണീക്കുന്നത്. കൂടാതെ ഞാൻ പറഞ്ഞത് എൻ്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും എല്ലാം ട്രഡീഷണലായിട്ട് ആയുർവേദമായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്വരങ്ങളും നോക്കും. കാരണം എല്ലാ മനുഷ്യരും ഒരു മൂക്കിൽ കൂടെ ഒരു നേരം ശ്വാസം വരും. അപ്പം ഈ സൈഡ് എന്ന് പറയുമ്പോൾ ഇടനാടി, ഇത് പിങ്കളനാടി, ഇത് ചന്ദ്രൻ്റെയും ഇത് സൂര്യൻ്റെയാണ്. അപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പം നമ്മൾ നോക്കണം ഏത് മൂക്കിൽ കൂടെയാണ് നമ്മുടെ ശ്വാസം, അതനുസരിച്ചാണ് ആ ഡേ നമ്മൾ. കാരണം ഇടനാടി എന്ന് പറയുമ്പോൾ നമ്മളുടെ മൂണാണ്, അപ്പം തണുപ്പാണ്. അപ്പം നമ്മളുടെ യൂഷ്വലി നമ്മുടെ മെൻ്റലായിട്ടുള്ള ജോബ്സൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ എഴുതുകയോ വായിക്കുകയോ അങ്ങനത്തെയൊക്കെ ജോബ്സാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നേരെ മറിച്ച് പിങ്കളനാടി സൂര്യൻ്റെയാണ്, അങ്ങനെയാകുമ്പോൾ ചൂടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് കൂടുന്നത്. അപ്പോൾ അങ്ങനെ 2 നാടി. പിന്നെ നമുക്കൊരു സുഷുമ്ന നാടിയുണ്ട്, നടുക്ക് നമ്മുടെ ചക്രാസൊക്കെ പോകുന്നത്, അത് കൂടുതൽ യോഗയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നാഡിയും ഉണ്ട്. അത് നമ്മൾക്ക് പെട്ടെന്ന് എക്സൈറ്റ്മെൻറ്റ് വരിക, പെട്ടെന്നൊരു രോഗം വരികയൊക്കെ ആകുമ്പോഴാണ് സുഷുമ്ന നാഡി, പനി വരികയൊക്കെ ചെയ്യുമ്പോഴാണ് സുഷുമ്ന നാഡി കൂടുതൽ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഈടനാടി, കാരണം നമുക്കിപ്പം ശരീരം നമ്മളൊരു സ്ഥലത്ത് പോയി നമുക്ക് ഭയങ്കര ചൂട് തോന്നിയാൽ നമ്മുടെ ഈ കൈയെടുത്ത് നമ്മൾ ഓപ്പോസിറ്റ് ആംപിറ്റിൽ വെച്ചാൽ നമ്മുടെ ശരീരം തണുക്കും. അങ്ങനെ നമുക്ക് ബോഡി അപ്പം ഞാനതാ പറഞ്ഞത്, ശ്വാസവും നോക്കിയിട്ടാണ് ഞാൻ ആദ്യത്തെ കാല് വെച്ച് പുറത്ത് നമ്മുടെ ഭൂമിദേവിയെ വണങ്ങി എണീക്കുന്നത്.
പിന്നെ അതിനുശേഷം നമ്മളുടെ ഡെയിലി രാവിലത്തെ എല്ലാ ആ, പരിപാടി കഴിഞ്ഞ് വ്യായാമം, ഇത് കഴിഞ്ഞിട്ടാണ് കുളി, ഭക്ഷണം. അതാണ് ഒരു ഡേയിലുള്ള ഭക്ഷണം. തന്നെ ഞാൻ പറഞ്ഞില്ല, സാധാരണ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ തന്നെ, വേറെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഞാൻ കൂടുതൽ കഴിക്കാറില്ല. പിന്നെ അന്നത്തെ ജോലിയും ഹോസ്പിറ്റലും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 9 മണിയാകുമ്പോഴേ ഞാൻ യൂഷ്വലി എല്ലാം മൈൻഡപ്പ് ചെയ്യും, എൻ്റെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും. പിന്നെ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കുക. എനിക്ക് മ്യൂസിക് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് കൂടുതലും പാട്ടുകൾ ആസ്വദിക്കുകയും ആ സമയം. ഡോക്ടറിന് പേറ്റൻസ് ഉള്ള കുറച്ച് ഓൺ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ആ പ്രൊഡക്ട്സിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഹെയർ ഒക്കെ അതിന്റെ ഭാഗമാണ്. ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഗ്രാൻഡ് ഫാദറായിട്ട് ഉണ്ടാക്കിയൊരു ഓയിൽ. ആക്ച്വലി ഈ പറഞ്ഞ കൂട്ട് മൈഗ്രെയിൻ, തലവേദന ഇതിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയ ഓയിലാണെങ്കിലും അത് മുടി വളരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അത് മുടി വളരുന്ന എണ്ണയായിട്ട് മാറി. അത് ചിത്ര എന്ന് പറഞ്ഞ തന്നെ ഒരു ഹെയർ ഓയിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫേസ് ക്രീം. ഞാൻ പറഞ്ഞില്ല, സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ എന്ത് ക്രീം തേച്ചാലും അത് അപ്പോഴത്തേക്കുള്ള എഫക്റ്റുകൾ ഒരു ഗ്ലോ ഉണ്ടാക്കും. പക്ഷെ അത് പെർമനൻ്റ് അല്ല. അതിനെന്തുമായാലും നമ്മൾ ഉള്ളിൽ ഡീറ്റോക്സിഫിക്കേഷനൊക്കെ ചെയ്യണം. എന്നാലും ഫേസ് ക്രീമും പിന്നെ രാത്രി നമ്മളെപ്പോഴും ഈ ഞാൻ പറഞ്ഞില്ലേ സോപ്സ് ഭയങ്കര മൈൽഡ് അല്ലെങ്കിൽ ആ സോപ്സ് എല്ലാം ഇറിറ്റേഷൻസ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഫേസ് പാക്സോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ആയുർവേദത്തിലെ ഏലാദി ചൂർണ്ണം ഇതൊക്കെ നല്ലതാണ്. നമ്മുടെ മുഖം സ്ക്രബ് ചെയ്ത് പതുക്കെ ഒത്തിരി ജെൻറ്റിലായിട്ട് സ്ക്രബ് ചെയ്യണം. ഒന്നും ബലം കൊടുത്ത് ഒന്നും ചെയ്യരുത്. ചെറുതായിട്ട് ചെയ്തിട്ട് നമ്മൾ ചെറുതായി എന്തെങ്കിലും എണ്ണകൾ ലൈറ്റായിട്ടുള്ള നമ്മൾ കുങ്കുമാതി അല്ലെങ്കിൽ വേറെ എണ്ണ, ബദാം, ഏത് എണ്ണ ആയാലും മതി, ലൈറ്റായിട്ട് മുഖത്ത് തേച്ചിട്ട് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എപ്പോഴും ആ ഗ്ലോവും ആ ഇതും നിലനിൽക്കും. ഡോക്ടർ, അപ്പം ആയുർവേദ പ്രകാരം നമ്മൾ ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? രാവിലെ നമ്മൾ എണീക്കുന്നത്, കാരണം ആയുർവേദത്തിൽ സൂര്യോദയത്തിന് മുമ്പിൽ എണീക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് അത് ശരിയാണ്. പിന്നെ വ്യത്യാസങ്ങളുള്ളത്, കാരണം എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ, സീസൺസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം ചേഞ്ച് ചെയ്തു. അപ്പോൾ എല്ലാം ഡേയും നൈറ്റിനും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പം പോട്ടെ. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫസ്റ്റ് തണുത്ത ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേണ്ട തണുത്ത വെള്ളം കുറച്ച് കുടിക്കുക. ഒത്തിരി തണുപ്പല്ല, സാധാ നോർമൽ വാട്ടർ നമ്മൾ കഴിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു ഇത്. പിന്നെ കൂടാതെ ആയുർവേദത്തിൽ അഞ്ജനവും നസ്യവും ഒക്കെ പറഞ്ഞ് കണ്ണിൽ കൺമഷി എഴുതുക, നസ്യം മൂക്കിലൊരു തുള്ളി എണ്ണ ഉറ്റിക്കുക, ഇതെല്ലാം രാവിലത്തെ കർമ്മങ്ങൾ ഇതാണ്. അത് കഴിഞ്ഞ് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വ്യായാമം അല്ലേ. വ്യായാമം മിതമായ രീതിയിൽ അവരവരുടെ ശരീരത്തിന് പറ്റിയത് എന്നുവെച്ചാൽ തീരെ മെലിഞ്ഞവൻ ഓടാതെ അധികം നടക്കുകയോ ഇതൊന്നും ചെയ്യാതെ എന്താ സ്ട്രെങ്തനിങ് എക്സസൈസും അല്ലാതെ വണ്ണം കൂടുതലുള്ളവർ കൂടുതൽ നടത്തി അങ്ങനെയുള്ള എക്സസൈസൊക്കെ ചെയ്ത് നമ്മുടെ വ്യായാമം ചെയ്യുക. അതിനുശേഷം വേണം നമ്മളുടെ പ്രഭാത കുളിയും കഴിഞ്ഞിട്ട് സ്നാനം. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. കുളിയുടെ മുമ്പേ നമ്മൾ അതിൻ്റെ കൂടെ ഒരു കാര്യം വിട്ടുപോയത്, നമ്മുടെ ഗണ്ടൂഷം, വായിൽ എണ്ണ നിറച്ചിട്ടുള്ളൊരു പ്രയോഗമുണ്ട്. അതും മിക്കവരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ക്രിയകൾ ചെയ്ത് നമ്മൾ സ്നാനം കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾക്ക് എണ്ണ, ചിലവർ കുളിക്കുന്നതിന് മുമ്പേ എണ്ണ തേക്കും. പക്ഷെ ഒത്തിരി ഡ്രൈ സ്കിന്നായവർ കഴിവതും കുളിക്കുന്നതിന് മുമ്പേ എണ്ണ തേച്ചിട്ട് ഈ എണ്ണ നമ്മൾ സോപ്പൊക്കെ വലിയ ഹാഷായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ആ എണ്ണയെല്ലാം ശരീരത്തിൽ നിന്ന് പോകും. അങ്ങനെയുള്ളവർക്ക് വീണ്ടും ലൈറ്റായിട്ട് എണ്ണയോ വല്ലതും അപ്ലൈ ചെയ്യുന്നതാണ്. കാരണം കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കൂട്ട് തന്നെ നമ്മുടെ പൊക്കിളിലും എണ്ണ അപ്ലൈ ചെയ്യണം. ചെവിയും പൊക്കിളും ഒക്കെ നമ്മൾ എണ്ണ അപ്ലൈ ഉണ്ട്. അപ്പം ഇതൊക്കെ ചെയ്ത് വേണം നമ്മളുടെ ഒരു ദിവസം. പഞ്ചഭൂത ആയുർവേദയിൽ നമ്മൾ കുറേ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്ത് ദുബായിലാണ്. ആക്ച്വലി എയർ ഓയിലാണ് അതിൻ്റെ ഒരെണ്ണം. പിന്നെ നമ്മളുടെ ഫേസ് ക്രീമും ഫേസ് പാക്കും, ഇതാണ് ഫസ്റ്റ് നമ്മൾ ലോഞ്ച്. പിന്നെ കൂടാതെ മദനകാമേശ്വരി എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് പഞ്ചഭൂത ആയുർവേദ ഇപ്പം ദുബായിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് ആക്ച്വലി ഒരു ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് കൂടാതെ അത് സെക്ഷൽ പ്രോബ്ലംസിനും വളരെ എഫക്റ്റീവാണ്. കാരണം ഇന്ന് പലരും ഫേസ് ചെയ്യുന്നത് കുറേ സെക്ഷൽ ഇഷ്യൂസ് ഉണ്ട്. പുരുഷന്മാരിലാണ് കൂടുതൽ അത് കാണുന്നത്. അപ്പം അവർക്ക് വേണ്ടിയുള്ളൊരു എഫക്റ്റീവ് റെമഡിയാണ് ഈ മദനകാമേശ്വരി. ഇപ്പോൾ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് പഞ്ചഭൂത ആയുർവേദ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ. അപ്പം അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പഞ്ചഭൂത ആയുർവേദം സ്പെഷ്യലി ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സിനും ആയുർവേദ പ്രോഡക്ട്സും അതാണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. നമ്മൾ അതിനാണ് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. അപ്പം ട്രീറ്റ്മെൻറ്റ്സ് മെയിൻലി എല്ലാം പ്യുവർ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. പ്രോഡക്ട്സ് ആണെങ്കിൽ എയർ ഓയിലും
പിന്നെ ഒരു ഫേസ് ക്രീം, ഫേസ് പാക്ക്, കൂടാതെ മദനകാമേശ്വരി എന്ന് പറഞ്ഞ ഒരു മരുന്നുമാണ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തേക്കുന്നത്. എനിവേ താങ്ക് യു ഡോക്ടർ. ഇത്രയും നേരം നമ്മുടെ അടുത്ത് ആയുർവേദത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്തു. ഡോക്ടറിന്റെ ഓൺ പ്രൊഡക്ട്സ് ഇപ്പം കേരളത്തിലൊക്കെ സുലഭമാണ്. ദുബായിലേക്ക് ഇപ്പം കമ്പനി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ യുവർ വെഞ്ചേഴ്സ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ആയുസ്സും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.